ഇപ്പോൾ ലോകരംഗത്ത് അമേരിക്കയുടെ പ്രസിഡൻ്റായി ട്രംപ് വന്നതോടെ പുതിയ രീതിയിലുള്ള ഒട്ടേറെ പ്രശ്നങ്ങൾ ഉയർന്നു വരികയാണ്. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്. ഒരു തരത്തിലും ലോകത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളായതുകൊണ്ട് അമേരിക്കയോടൊപ്പം നിൽക്കുന്നവരിൽ തന്നെ അത് കടുത്ത അസംതൃപ്തി ഉണ്ടാക്കുന്നുണ്ട്. അതിനെല്ലാം എതിരെയുള്ള പ്രതികരണങ്ങൾ പല രാജ്യങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്. ചില രാജ്യങ്ങളെ തങ്ങളുടെ ഭാഗമാക്കും എന്നുവരെ പ്രഖ്യാപിക്കുകയാണ്. എന്തും വിളിച്ചു പറയാവുന്ന ഒരു ഭരണാധികാരി എന്ന നിലയിലേക്ക് ട്രംപ് മാറിയിരിക്കുന്നു. അതിൽ കാനഡയ്ക്ക് നേരെ, മെക്സിക്കോവിന് നേരെയെല്ലാം വലിയ തോതിലുള്ള ഭീഷണി സ്വരം ഉയർന്നതായി കാണുന്നു. അതേസമയം സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങൾക്കെതിരെയുള്ള ശക്തമായ നീക്കങ്ങൾ ഉണ്ടാകുമെന്നുള്ള പ്രഖ്യാപനങ്ങളും വരുന്നു. ഉപരോധം വലിയ തോതിൽ പ്രഖ്യാപിക്കുന്ന നില വരുന്നു. ക്യൂബയ്ക്ക് നേരെയുള്ള ഉപരോധം ട്രംപിന് മുൻപുള്ള ബൈഡൻ അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് നീക്കം ചെയ്തായിരുന്നു. ട്രംപ് വന്ന ഉടനെ ചെയ്ത കാര്യം ആ ഉപരോധം പുനഃസ്ഥാപിക്കലാണ്. ചൈനയ്ക്കെതിരെ ശക്തമായ ഉപരോധം തുടരുമെന്ന് പ്രഖ്യാപിക്കുന്നു. അതിൻ്റെ ഭാഗമായുള്ള ഒരു നടപടി പല കാര്യങ്ങൾക്കും നികുതി വർദ്ധിപ്പിക്കുന്നു. ചൈനയും അതേ രീതിയിൽ തിരിച്ചടിക്കാൻ തയ്യാറാകുന്നു. മറ്റു പല രാജ്യങ്ങളും അമേരിക്കയുടെ നീക്കത്തിനെതിരെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ തയ്യാറാകുന്ന കാഴ്ചയും നാം കാണുകയാണ്. ഇത്തരത്തിലുള്ള ഒരു ഭാഗം ലോകരംഗത്തുണ്ടാകുമ്പോൾ തന്നെ അമേരിക്ക സ്വീകരിച്ച മറ്റൊരു നടപടി കടുത്ത അമർഷത്തിനും പ്രതിഷേധത്തിനും പൊതുവെ ഇടയാക്കിയിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് നിന്ന് പതിനായിരങ്ങൾ കുടിയേറിയിട്ടുള്ള ഒരു രാഷ്ട്രമാണ് അമേരിക്ക. ആ കൂട്ടത്തിൽ ചിലത് അനധികൃത കുടിയേറ്റവും ഉണ്ടാകാം. ആ കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന് സാധാരണ നിലക്ക് ആ രാഷ്ട്രം തീരുമാനിക്കേണ്ടതാണ്. അത് തീരുമാനിക്കാനുള്ള അവകാശം ആ രാഷ്ട്രത്തിനുണ്ട്. പക്ഷേ ഇവിടെ കണ്ടത് ആദ്യപടിയായി 100-ലധികം പേരെ അമേരിക്കയിൽ നിന്ന് പഞ്ചാബിലേക്ക് കയറ്റി അയക്കുന്ന നിലയുണ്ടായി. അവരെ കയറ്റി അയച്ച രീതി, അത് കൈകാലുകൾ ചങ്ങലക്കിട്ട് ശരീരത്തിൽ നീങ്ങാൻ പറ്റാത്ത അവസ്ഥ, ശുചിമുറിയിൽ പോകുന്നതടക്കം നിരങ്ങിപ്പോകേണ്ടി വന്നുവെന്ന് അവർ തന്നെ പറയുന്ന നില. എന്താണ് ഇങ്ങനെയൊരു നിലപാട് സ്വീകരിക്കാൻ? അവർ ക്രിമിനലുകളൊന്നുമല്ലല്ലോ, സാധാരണഗതിയിൽ അന്തസ്സോടെ ജീവിക്കുന്നവരാണല്ലോ, ഇന്ത്യൻ പൗരരാണല്ലോ. ഇന്ത്യയോട് കാണിക്കുന്ന അങ്ങേയറ്റത്തെ അനാദരവായിട്ടല്ലേ അതിനെ കാണേണ്ടത്? പക്ഷേ അങ്ങനെ കാണാൻ നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികൾക്ക് നട്ടലില്ലാതെ പോയി. കാരണം അത്തരമൊരു നിലപാടെടുത്ത് പ്രതികരിച്ചാൽ അമേരിക്ക സ്വീകരിച്ച നിലപാട് ശരിയല്ല എന്ന് പറയേണ്ടതായിട്ട് വരും. മാത്രമല്ല അമേരിക്കയെ കുറ്റപ്പെടുത്തേണ്ടതായിട്ട് വരും. അതിന് അമേരിക്കയോടുള്ള വിധേയത്വം നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികളെ സമ്മതിക്കുന്നില്ല. അതിൻ്റെ ഭാഗമായി നമ്മുടെ രാജ്യത്തിൻ്റെ വിദേശകാര്യമന്ത്രി തന്നെ
പരസ്യമായി പറയുകയാണ്, അമേരിക്ക സാധാരണ ആളുകളെ ഇങ്ങനെയാണ് അയക്കാറ്. അതിൽ ന്യായീകരണവും കണ്ടെത്താൻ നോക്കുകയാണ്. അത് സ്ത്രീകളെയും കുട്ടികളെയും ചങ്ങലക്കിട്ടിട്ടില്ല എന്നുള്ളതാണ്. എന്തൊരു ലജ്ജാകരമായ അധപ്പതനമാണ് എന്ന് നോക്കണം. അതേസമയം കൊളംബിയ പോലുള്ള രാജ്യങ്ങൾ ഇത്തരം നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇവരെ തിരിച്ചയക്കുന്ന നിലയുണ്ടായി. തങ്ങളുടെ രാജ്യത്തേക്ക് ഇറക്കാൻ പാടില്ല എന്ന നിലപാടെടുത്തു. അന്തസ്സോടെ അയക്കണം അവരെ, ഈ തരത്തിൽ അപമാനിച്ചയക്കുകയല്ല വേണ്ടത് എന്ന നിലപാടെടുത്ത് പ്രതിഷേധിക്കുന്ന രാജ്യങ്ങളെ നാം കണ്ടു. അത്തരത്തിലുള്ള ഒരു പ്രതിഷേധ സ്വരവും ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. അതേസമയം നേരെ അമേരിക്കൻ പ്രസിഡന്റിനെ കണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പോവുകയാണ്. ആ പോക്കിലും വിചിത്രമായൊരു കാര്യമുണ്ട്. നേരത്തെ കണ്ടത് നെതന്യാഹു ആണ്. നെതന്യാഹു ആരാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നെതന്യാഹുവിന് ശേഷം തൊട്ടു പിന്നാലെ കാണുന്നത് നരേന്ദ്രമോദിയാണ്. യാദൃശ്ചികമാകാം, എന്നാലും ഒരു പ്രത്യേക പൊരുത്തം ഇത്തരം കാര്യങ്ങളിലെല്ലാം ഉണ്ട്. കൂടുതൽ ആയുധക്കച്ചവടം ഉറപ്പിക്കലാണ് നടക്കാൻ പോകുന്നത്. കൂടുതൽ വിധേയത്വം, അമേരിക്കയോടുള്ള വിധേയത്വം വർദ്ധിപ്പിക്കാനാണ് ഈ സന്ദർശനം ഉപകരിക്കാൻ പോകുന്നത്. തെറ്റായ നിലപാട് സ്വീകരിച്ച അമേരിക്കയുടെ നടപടികൾ, അതിനെ നേരിയ തോതിൽ പോലും വിമർശിക്കാൻ ഈ സന്ദർശനത്തിൽ ഇതേവരെ അനുഭവം വെച്ചാൽ പ്രധാനമന്ത്രി തയ്യാറാകുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല. നമ്മുടെ രാജ്യത്തു നിന്ന് ധാരാളം ആളുകൾ അമേരിക്കയിൽ കുടിയേറിയിട്ടുണ്ട്. അതിലൊരു ഭാഗം വിദ്യാർത്ഥികളാണ്. ആ വിദ്യാർത്ഥികൾ വെറുതെയല്ല അവിടെ പോകുന്നത്, പണം ചെലവിട്ട് പോവുകയാണ്. അതിൻ്റെ ഭാഗമായി അമേരിക്കയുടെ ഖജനാവിലേക്ക് ആ പണം എത്തുന്നുണ്ട്. അത് വലിയ തോതിൽ ഒരു ഭാഗമാണ് എന്ന് നാം കാണണം. അതേപോലെ തന്നെ ഇന്നത്തെ ലോകത്ത് സ്റ്റെം എന്ന് പറയുന്ന ആ ജോലി സംവിധാനത്തിൽ എല്ലാം നമ്മുടെ രാജ്യത്ത് പഠിച്ച് നല്ല രൂപത്തിൽ യോഗ്യത സമ്പാദിച്ച് അമേരിക്കയിൽ പോയി ജോലിയെടുക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവരെ ആ രീതിയിൽ വളർത്തിയത് ഇന്ത്യയാണ്. ഇന്ത്യയിൽ നിന്ന് പഠിച്ചാണ് അവർ പോകുന്നത്. അങ്ങനെ അമേരിക്കയുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി പലതരത്തിലുള്ള സേവനങ്ങൾ നിർവഹിക്കുന്ന ഒരു രാജ്യത്തെ അവർക്കർഹമായ അംഗീകാരം നൽകാതെ അപമാനിക്കുന്ന നില ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. പക്ഷേ അതൊക്കെ പറയാനുള്ള അഭിമാനബോധം രാജ്യത്തെ ഭരണാധികാരികൾക്കുണ്ടാവണം. അതുണ്ടാകുന്നില്ല എന്നതാണ് നിർഭാഗ്യകരമായ അവസ്ഥ എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകതകൾ പരിശോധിച്ചാൽ ഇന്ത്യ ഗവൺമെൻറ് ഈ അടുത്ത കാലത്തായി സ്വീകരിക്കുന്ന നടപടികൾ അത് കൂടുതൽ ജനവിരുദ്ധമായി മാറുകയാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് നമ്മുടെ രാജ്യത്ത് അവതരിപ്പിച്ച ബജറ്റ്.